വെൽക്കം ടു അഞ്ജുസ് കുക്കിംഗ് വെൽ. ഇന്ന് നമ്മുടെ ചാനലിൽ കാണിക്കാൻ പോകുന്നത് പാലക്കാട്ടുകാരുടെ സ്വന്തം പൂളക്കിഴങ്ങ് ഉപ്പേരിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്, അതിലുപരി നല്ല ടേസ്റ്റ് ഉള്ളൊരു ഉപ്പേരി കൂടിയാണ്. അപ്പം നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാട്ടോ. നമുക്കപ്പോൾ കപ്പ ആദ്യം ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. കുറച്ചൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോവരുത്. അപ്പൊ പൂളക്കിഴങ്ങ് വെന്തിട്ടുണ്ടോ നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ വെള്ളത്തിനൊന്ന് ഊറ്റി മാറ്റാം. അതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 7-8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇവിടുത്തെ ഈ മുളക് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ 4 എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു തണ്ട് കരിവേപ്പില, പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ചെറിയ ഉള്ളിയും വറ്റൽമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കണം. മുളക് ഇട്ട് കൊടുക്കാം. മുളക് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിന്റെ തൊണ്ട് കളയാതെ വേണം എടുക്കാനായിട്ട് കേട്ടോ. ഇതിനൊന്ന് ചതച്ചിട്ടെടുക്കും. അങ്ങനെ ഇതാ വറ്റൽമുളക് ഇവിടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോരോ വെളുത്തുള്ളി ആയിട്ട് ചതച്ചെടുക്കാം. അങ്ങനെ വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ചതച്ചെടുക്കാം. പിന്നെ ഇതാ എല്ലാം ഞാനിവിടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതാ ഉഴുന്നുപരിപ്പ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കാം. ഇതും അങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാ ഉള്ളിയെല്ലാം നല്ല മൂത്ത് വന്ന് നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇപ്പം ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ കപ്പ ഇട്ട് കൊടുക്കാം. പൂളക്കിഴങ്ങ് ഉപ്പ് കുറവ് പോലെ തോന്നുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കാം. എരിവും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചൊന്ന് പച്ചവെളിച്ചെണ്ണ കൂടി ഒന്ന് തൂവി കൊടുക്കാം. നമ്മളുടെ പൂളക്കിഴങ്ങ് ഉപ്പേരി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. വളരെ എളുപ്പത്തിലും അതിലുപരി നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതിൽ ഓൾ എന്ന ഐക്കണും എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.